എജ്യൂക്കേറ്ററിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആപാതിമിത്രം ജാനിയാത് എന്ന് പറയുന്ന പാഠം നോക്കാം. ആപാതിമിത്രം ജാനിയാത് എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ അർത്ഥം? പേരിൻ്റെ അർത്ഥം എന്താണ്? ആപത്തിൽ മിത്രത്തെ ജാനിയാത്, തിരിച്ചറിയാൻ പറ്റും. നമുക്കൊരു ആപത്ത് വരുമ്പോൾ മിത്രത്തെ തിരിച്ചറിയാൻ പറ്റും. എന്നിട്ടോ ചിത്രസ്യ ആശയഃ കഃ, നമുക്ക് അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? കുറേ ആളുകൾ കൈ കോർത്ത് പിടിച്ചിരിക്കുന്ന ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ആശയം? എന്താണ്? അപ്പം എന്താണ്? സൗഹൃദമാണ് ആ ചിത്രത്തിൻ്റെ ആശയം. കുറേ ആളുകൾ ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ സൗഹൃദമാണ് ആ ചിത്രത്തിൻ്റെ ആശയം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഏകത്ര കിഞ്ചൻ മഹാരണ്യം ആസീത് തത്ര ഹിരണഃ കാകഃ ച വസതഃ. അപ്പോൾ ഒരിടത്ത് എന്താണ്? ഒരു മഹാരണ്യം ഉണ്ടായിരുന്നു. അതായത് ആരണ്യം, കാട്, മഹാരണ്യം, വലിയൊരു കാടുണ്ടായിരുന്നു. എന്നിട്ടോ തത്ര, അവിടെ ഹിരണഃ കാകഃ ച വസതഃ, അവിടെ ഒരു മാനും അതുപോലെ ഒരു കാക്കയും താമസിച്ചിരുന്നു. തേ മിത്രേ ആസ്താം, അവരെന്തായിരുന്നു? ഒരു കൂട്ടുകാരായിരുന്നു. അപ്പോൾ ഒരിടത്ത് ഒരു വലിയൊരു കാടുണ്ടായിരുന്നു. അവിടെ ഒരു മാനും ഒരു കാക്കയും താമസിച്ചിരുന്നു. അവർ വലിയ കൂട്ടുകാരായിരുന്നു. എന്നിട്ടോ ഏകദാ, ഒരിക്കൽ കശ്ചൻ ജംബൂകഃ തത്ര ആഗതവാൻ. അപ്പോൾ ഒരിക്കൽ എന്ത് ചെയ്തു? ഏകദാ കശ്ചൻ ജംബൂകഃ തത്ര ആഗതവാൻ. അപ്പോൾ ഒരിക്കൽ അവിടെ ഒരു ജംബൂകഃ, കുറുക്കൻ. ജംബൂകം എന്താണ്? കുറുക്കൻ. കണ്ടോ? കുറുക്കനെ കണ്ടോ? അപ്പോൾ കുറുക്കൻ വന്നു. എന്നിട്ടോ അവിടേക്ക് ഒരു കുറുക്കൻ വന്നു. എന്നിട്ടോ അത് ചിന്തിക്കുകയാണ്. അഹോ ഏകഃ മൃഗഃ ഏതസ്യ മാംസം കേനപി ഉപായേന ഭക്ഷ്യാമി. അപ്പം എന്താണ്? അവിടെ ഒരു കുറുക്കൻ വന്നു. കുറുക്കൻ വന്നിട്ട് അത് ചിന്തിക്കുകയാണ്. അഹോ ഏകഃ മൃഗഃ. മൃഗഃ എന്താണ്? മൃഗഃ എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ ഈ മാനിനെ കണ്ടിട്ട് ഈ കുറുക്കൻ ചിന്തിക്കുകയാണ്. അഹോ ഏകഃ മൃഗഃ, ആഹാ ഒരു മാന്. ഏതസ്യ മാംസം കേനപി ഉപായേന ഭക്ഷ്യാമി. ഇതിൻ്റെ മാംസം ഞാൻ ഏത് ഉപായം കൊണ്ടാണ് ഭക്ഷിക്കുക? എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ആര്? കുറുക്കൻ. എന്നിട്ടോ ഇങ്ങനെ ചിന്തിക്കുന്ന സമയം നമ്മുടെ മാൻ എന്താ ചിന്തിക്കുന്നത്? കഹ ഏഷഃ, ഇവൻ ആരാണ് എന്നാണ് നമ്മുടെ മാൻ ചിന്തിക്കുന്നത്. എന്നിട്ട് നമ്മുടെ കുറുക്കൻ ചോദിക്കുകയാണ്, മിത്ര കുശലം കിം. നമ്മുടെ കുറുക്കൻ മാനിനോട് ചോദിക്കുകയാണ്, മാനിനെ കണ്ടിട്ട് മാനിനോട് ചോദിക്കുകയാണ്, മിത്ര കൂട്ടുകാരാ സുഖമല്ലേ എന്ന് ചോദിക്കാൻ ആര്? കുറുക്കൻ. കുറുക്കൻ ബുദ്ധിശാലിയാണ്. നമ്മുടെ മാനിനോട് സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്, മിത്ര കുശലം കിം, അതൊക്കെ സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ മാൻ പറയാണ്, കുശലമേവ കോപവാൻ, സുഖമാണ്, നീ ആരാണ് എന്ന് ചോദിക്കുകയാണ് ആര്? മാന്. കുറുക്കൻ പറയാണ്, നിരാലംബോ അഹം തവ മൈത്രിയും ഇച്ഛാമി. ഞാൻ എന്താണ്? ഞാൻ നിരാലംബനാണ്, ഞാൻ അനാഥനാണ്. അഹം ഞാൻ, അപ്പം ഞാൻ നിരാലംബനാണ്. തവ മൈത്രിയും ഇച്ഛാമി, നിന്റെ സൗഹൃദത്തെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ കുറുക്കൻ എന്താ പറഞ്ഞത്? ഞാൻ ഒരു അനാഥനാണ്, ഞാൻ നിന്റെ സൗഹൃദത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ മാൻ എന്ത് പറഞ്ഞു? അസ്തു, അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ടോ അപ്പോഴാണ് നമ്മുടെ കാക്ക വന്നത്. കാക്ക വന്നിട്ട് ഈ കുറുക്കനെ കണ്ടു. എന്നിട്ടോ ജംബൂകം ഉദ്ദേശിച്ച്, ജംബൂകത്തെ, അതായത് ജംബൂകം എന്താണ്? കുറുക്കൻ. കുറുക്കനെ ഉദ്ദേശിച്ചിട്ട് ചോദിച്ചു, കഹ യേശഃ, ഇവൻ ആരാണ് എന്ന് ആര് ചോദിച്ചു? കാക്ക ചോദിച്ചു. ആരോട് ചോദിച്ചു? മാനിനോട് ചോദിച്ചു. കഹ യേശഃ, ഇവൻ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ മാൻ പറഞ്ഞു, ഏഷഃ ജംബൂകഃ, ഇവൻ എന്താണ്? ഇവൻ കുറുക്കനാണ്, ഇവൻ ജംബൂകനാണ്. അയം സൗഹൃദം ഇച്ഛാമി, നമ്മുടെ സൗഹൃദത്തെ ഇവൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കാക്ക വന്നിട്ട് ചോദിച്ചു, ഇവൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ മാൻ പറയാണ്, ഇവൻ ജംബൂകനാണ്, ഇവൻ നമ്മുടെ സൗഹൃദത്തെ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ കാക്ക മാനിനോട് ചോദിക്കുകയാണ്, അസ്യ സ്വഭാവഃ കീദൃശഃ, അവൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? നമ്മുടെ സൗഹൃദത്തെ അവൻ ആഗ്രഹിക്കുന്നു നീ പറഞ്ഞില്ലേ, അപ്പോൾ അവൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? കീദൃശഃ, എങ്ങനെയുള്ളതാണ്? എന്നിട്ട് എന്താ പറയുന്നത്? സ്വഭാവം അജ്ഞാത്വ മൈത്രീ ന കരണീയ. സ്വഭാവം അജ്ഞാത്വ, അറിയാതെ, മൈത്രി സൗഹൃദത്തെ ന കരണീയം, ചെയ്യാൻ പാടില്ല. സ്വഭാവം അറിയാതെ കൂട്ടുകൂടാനായിട്ട് പാടില്ല എന്ന് ആര് പറയാണ്? കാക്ക മാനിനോട് പറയാണ്. എന്നിട്ടോ അന്യേദ്യുഹു, അന്യേദ്യുഹു എന്ന് പറഞ്ഞാൽ മറ്റൊരു ദിവസം എന്താ സംഭവിച്ചത്? അപ്പോൾ നമ്മുടെ കുറുക്കൻ വന്നിട്ട് മാനിനോട് പറയാണ്, മിത്ര വനസീമായാം ഏകം വ്രീഹിക്ഷേത്രമസ്തി തത് ദർശയാമി. കൂട്ടുകാരാ, വനസീമയിൽ, വനസീമ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാടിൻ്റെ അതിർത്തിയാണ് വനസീമ. അപ്പോൾ വനസീമയിലെ കാടിൻ്റെ ആ ഒരു അതിർത്തിയിൽ ഏകം വ്രീഹിക്ഷേത്രമസ്തി. വ്രീഹി എന്താണ്? നെല്ല്. അപ്പം വ്രീഹിക്ഷേത്രം എന്താണ്? വയൽ. അപ്പോൾ
എന്താണ് വനസീമയിൽ കാടിൻ്റെ അതിർത്തിയിൽ ഒരു വ്രീഹി ക്ഷേത്രമുണ്ട്, ഒരു വയലുണ്ട്. തത് ദർശയാമി, അത് ഞാൻ കാണിച്ചു തരാമെന്ന് പറയാണ്. കേട്ടോ. ഹിരണഃ പ്രതിദിനം ക്ഷേത്രമാഗത്യ വ്രീഹിം ആഘാതയത്. ക്ഷേത്രപതിന ത്വം ഗ്രഹിതും തത്ര ജാലം നിക്ഷിപ്തം. ഹിരണഃ ആരാണ്? മാൻ പ്രതിദിനം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ക്ഷേത്രമാഗത്യ വ്രീഹിം അഖാദത്. അവിടെ മാൻ എന്ത് ചെയ്യായിരുന്നു? എല്ലാ ദിവസവും ഈ വയലിൽ പോയിട്ട് എന്ത് ചെയ്യായിരുന്നു? നെല്ല് കഴിക്കുമായിരുന്നു. എല്ലാ ദിവസവും നമ്മൾ മാൻ അവിടെ പോയി നെല്ല് കഴിക്കുമായിരുന്നു. അപ്പോൾ ക്ഷേത്രപതി ആരാണ്? നമ്മുടെ വയലിൻ്റെ ഉടമ. അപ്പോൾ വയലിൻ്റെ ഉടമ എന്ത് ചെയ്തു? തം ഗ്രഹിതും തത്ര ജാലം നിക്ഷിപ്തം. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് തത്ര ജാലം എന്നാണ് വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മാൻ എന്നും അവിടെ പോയി നെല്ലൊക്കെ കഴിക്കായിരുന്നു. അപ്പം ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വയലിൻ്റെ ഉടമ അവിടെ വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറുക്കൻ ഇങ്ങനെ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞു തരാം. നമ്മുടെ മാൻ പറയാണ്, സുഭിക്ഷമന്നം ഖാദിതും ഇച്ഛാമി ഗച്ഛാവഹ. നല്ല സുഭിക്ഷമായിട്ട് ആഹാരം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമുക്ക് പോകാമെന്ന് പറയാണ്. ഹരിണഃ ജാലേ ബന്ധഃ. ഹരിണഃ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ. മൃഗഃ എന്ന് പറഞ്ഞാൽ എന്താണ്? മാൻ. മാനിന് നമ്മൾ 2 വാക്ക് പഠിച്ചു, ഹരിണഃ, മൃഗഃ. ഇത് 2 പറഞ്ഞാലും മാൻ എന്നാണ് അർത്ഥം. ഹരിണഃ ജാലേ ബന്ധഃ എന്നാണ്, നമ്മുടെ മാൻ എന്ത് ചെയ്തു? വലയിൽ കുടുങ്ങി. എന്നിട്ടോ അവൻ സഹായാർത്ഥം ജംബൂകം ആഹ്വയം. അവൻ എന്ത് ചെയ്തു? സഹായത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുറുക്കനെ വിളിച്ചു. ഇവർ രണ്ടിലൂടെയല്ലേ പോയത്. അപ്പോൾ അവൻ വലയിൽ കുടുങ്ങിയപ്പോൾ ഇവനെ വിളിച്ചു. അപ്പോൾ എന്താ വിളിച്ചത്? രക്ഷമാം, എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാൻ സഹായത്തിന് വേണ്ടി നമ്മുടെ കുറുക്കനെ വിളിച്ചു. അപ്പോൾ നമ്മുടെ കുറുക്കൻ എന്ത് പറഞ്ഞു? ശ്വഹ ജാലച്ഛേദം കരിഷ്യാമി. ശ്വഹ, നാളെ ജാലച്ഛേദം കരിഷ്യാമി, നാളെ ഞാൻ വല മുറിച്ചു തരാം എന്ന് പറഞ്ഞു. ശ്വഹ ജാലച്ഛേദം കരിഷ്യാമി, ജാലം വല, ഛേദം മുറിക്കുക. അപ്പം നാളെ ജാലച്ഛേദം കരിഷ്യാമി, ഞാൻ നാളെ വല മുറിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടോ അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? വല മാറ്റിയ സമയം എന്ത് ചെയ്തു? നമ്മുടെ കാക്ക പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി. നമ്മുടെ കാക്ക പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കിയപ്പോൾ മാൻ അപ്പം എന്ത് ചെയ്തു? ഓടി. അപ്പോൾ വല മാറ്റി ശബ്ദമുണ്ടാക്കി കേട്ടുടനെ നമ്മുടെ മാൻ ഓടിയപ്പോഴേക്കോ മാൻ രക്ഷപ്പെട്ടു അല്ലേ. അപ്പം എന്താണ്? ആപാതി മിത്രം ജാനിയാത്. ആപത്തിലാണ് നമുക്ക് മിത്രത്തെ മനസ്സിലാക്കാൻ പറ്റുന്നത്. നമ്മുടെ മാൻ ആദ്യമേ വിചാരിച്ചു കുറുക്കൻ എൻ്റെ നല്ല സുഹൃത്തായിരിക്കുമെന്ന് വിചാരിച്ചു, അവനുമായിട്ട് കൂട്ടുകൂടി. എന്നാൽ അവനെന്താ ചെയ്തത്? ഒരു ആപത്ത് വന്ന സമയം അവനെ കളഞ്ഞിട്ട് പോയി. ഞാൻ നാളെ വല മുറിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ പോയി. എന്നാൽ നമ്മുടെ കാക്ക എന്ത് ചെയ്തു? അവനെ വന്ന് സഹായിച്ചു. ആണ് പറയുന്നത്, ഒരു ആപത്തുണ്ടാകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സുഹൃത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ ചാപ്റ്റർ. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.